മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും യുദ്ധക്കൊതി ഇതോടെ അവസാനിപ്പിക്കേണ്ടതുണ്ട് എന്ന ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ ഇറാൻ ഉള്ളത്. സൈക്കിൾ ഓഫ് വാർ അവസാനിപ്പിക്കണമെങ്കിൽ ശത്രുക്കൾക്ക് ശക്തമായ വേദനാജനകമായ ശിക്ഷ കൊടുക്കണം, എങ്കിലേ ഇത് അവസാനിക്കുകയുള്ളൂ. കാരണം മിഡിൽ ഈസ്റ്റിലെ ഒരു രാഷ്ട്രത്തിന് പിന്നിൽ മറ്റൊരു രാഷ്ട്രമായി അമേരിക്കയും ഇസ്രയേലും കടന്നു കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ഒരു അറുതി വേണം എന്നതാണ് ഇപ്പോൾ ഇറാന്റെ തീരുമാനം. അതിന് രക്തകലുഷിതമായ, മാത്രമല്ല അമേരിക്കയ്ക്കും ഇസ്രയേലിനും ശക്തമായ, മറക്കാൻ കഴിയാത്ത വേദനാജനകമായ ഒരു ശിക്ഷ കൊടുത്തേ അടങ്ങൂ എന്ന ഒരു തീരുമാനത്തിലാണ് ഇറാൻ ഉള്ളത്. ഇറാന്റെ മുന്നിൽ അമേരിക്ക വെച്ചിട്ടുള്ള എല്ലാ ഡിമാൻഡുകളും ഇപ്പോൾ ഇറാൻ തള്ളിയിരിക്കുകയാണ്. ഇറാന് മുന്നിൽ പ്രധാനമായും 3 ഡിമാൻഡുകളാണ് വെച്ചിട്ടുള്ളത്. ഒന്നാമത്തേത് നമുക്കറിയാം, സീറോ ന്യൂക്ലിയർ സമ്പുഷ്ടീകരണം, യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നത് സീറോയിലേക്ക് എത്തിക്കണം, പൂർണ്ണമായും ഒഴിവാക്കണമെന്നാണ്. ഇത് ആദ്യം മുതൽ തന്നെ ഇറാൻ റിജക്ട് ചെയ്ത കാര്യമാണ്. ഇപ്പോൾ 15 ദിവസത്തെ സമയപരിധി ട്രംപ് നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇറാൻ ഒരു ദിവസം കഴിയുന്നതിന് മുമ്പ് തന്നെ അത് പാടെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. രണ്ടാമത്തേത് മിസൈലുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഈ മിസൈലിന് 300 കിലോമീറ്റർ മാത്രമേ ദൂരപരിധി ഉണ്ടാകാൻ പാടുള്ളൂ എന്നതാണ്. യഥാർത്ഥത്തിൽ ഇസ്രയേല് ഇഷ്ടമുള്ള ആയുധങ്ങൾ വികസിപ്പിക്കുന്നു, അതുപോലെ അമേരിക്ക ഇഷ്ടമുള്ളത് വികസിപ്പിക്കുന്നു. പക്ഷെ ഇറാന് മാത്രം 300-ൽ ഒതുങ്ങണമെന്ന് പറയുമ്പോൾ അത് അന്താരാഷ്ട്ര നിയമങ്ങൾക്കെതിരാണ്. അതുകൊണ്ട് അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന രീതിയിൽ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അമേരിക്ക ഒരു 3-ാം കക്ഷിയിലൂടെ ഒമാൻ വഴി ഒരു കത്ത് നൽകിയിരുന്നു ഇറാന്. ഇറാന്റെ വിദേശകാര്യമന്ത്രി അറാഖ്ചി ആ കത്ത് തുറന്നു നോക്കാൻ പോലും തയ്യാറാകാതെ അതേ രൂപത്തിൽ തന്നെ തിരിച്ചയച്ചു എന്ന വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ കത്ത് പ്രധാനമായും ഇറാന്റെ മിസൈലുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു. എന്നാൽ ഇനി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മുഖം രക്ഷിക്കാൻ ഒരു യുദ്ധമല്ലാതെ മറ്റു വഴിയില്ല. പക്ഷെ ഇപ്പോൾ അവസാനം വരുന്നത് അമേരിക്കയിൽ നിന്ന് തന്നെയുള്ള പ്രധാനപ്പെട്ട ആളുകൾ ട്രംപിനോട് പറയുന്നത്, ഇറാൻ മിഡിൽ ഈസ്റ്റിലുള്ള ഒരു വൻ ശക്തിയാണ്, ഈ യുദ്ധം പെട്ടെന്ന് ഒരുപക്ഷെ അവസാനിപ്പിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല, അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും, അമേരിക്കക്ക് വലിയ രൂപത്തിലുള്ള നഷ്ടങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അത് ട്രംപിന്റെ രാഷ്ട്രീയ ഭാവി എന്നല്ല, ട്രംപിന്റെ നിലവിലെ സാഹചര്യങ്ങൾക്ക് വലിയ രൂപത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് യുദ്ധത്തിലേക്ക് നീങ്ങുന്നത് നല്ലതല്ല എന്നുള്ള ചില നിർദ്ദേശങ്ങളും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മുന്നിൽ വരികയാണ്. ഇറാനെ ഭീഷണിപ്പെടുത്തി ഡീലിലേക്ക് കൊണ്ടുവരിക എന്നതായിരുന്നു. വിമാനവാഹിനി കപ്പൽ ഇറാനോട് അടുത്ത പ്രദേശത്തേക്ക് എത്തിച്ചു. അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലെല്ലാം സർവ്വസന്നാഹങ്ങളും ഒരുക്കി. ഇത് കണ്ട് ഇറാൻ ഭയപ്പെടുമെന്നായിരുന്നു ട്രംപ് വിചാരിച്ചിരുന്നത്. മാത്രമല്ല അവസാനം അതുകൊണ്ടൊന്നും ഭയപ്പെടുന്നില്ല. മാത്രമല്ല നമുക്കറിയാം, 1-ാമത്തെ ചർച്ച ഒമാനിൽ വെച്ച് നടക്കുകയുണ്ടായി. ആ ചർച്ചയിൽ വലിയ പുരോഗതി ഉണ്ടായില്ല. ഇറാൻ അവരുടെ നയങ്ങളിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ലാതെ വന്നപ്പോഴാണ് രണ്ടാമത് ഒരു ജെറാൾഡ് ആർ ഫോർഡ് എന്നറിയപ്പെടുന്ന മറ്റൊരു വിമാനവാഹിനി കപ്പൽ കൂടെ എത്തിക്കുകയാണ്. ഇങ്ങനെ ഇറാനെ കൂടുതൽ ഭയപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഭീഷണിയിലൂടെ ഡീലിലേക്ക് കൊണ്ടുവരാനാണ് ട്രംപ് ശ്രമിച്ചിരുന്നത്. എന്നാൽ ഇതിലും ഇറാൻ ഒരിക്കലും ഭയപ്പെടുന്നില്ല. ഇറാന്റെ മുന്നിലുള്ളത് ഈ ഒരു സൈക്കിൾ ഓഫ് വാർ അവസാനിപ്പിക്കണമെങ്കിൽ ശക്തമായ പ്രഹരം നൽകിയേ മതിയാകൂ. ഇസ്രയേലിന് ശക്തമായ തിരിച്ചടി, ഇനി പൊങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള തിരിച്ചടി നൽകേണ്ടതുണ്ട്. അതുപോലെ അമേരിക്കക്ക് മിഡിൽ ഈസ്റ്റിൽ കൈപൊക്കാൻ കഴിയാത്ത വിധത്തിൽ അവരുടെ എല്ലാ കാര്യങ്ങളും മിഡിൽ ഈസ്റ്റിൽ നിന്ന് വെട്ടിക്കളയണം. ഇതാണ് ഇറാന്റെ മുന്നിലുള്ള പദ്ധതി. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഈ ഒരു യുദ്ധ ഭീഷണികൾ അവസാനിക്കുകയുള്ളൂ എന്ന് ഇറാൻ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഡീലിങ്ങുകളെല്ലാം ഇപ്പോൾ ഇറാൻ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ജെറാൾഡ് ആർ ഫോർഡ് വരുമ്പോഴും ഇറാന് ഒരു കുലുക്കവുമില്ല. മാത്രമല്ല ഇപ്പോൾ വിമാനവാഹിനി കപ്പൽ മുക്കിക്കളയുമെന്ന ഭീഷണിയാണ് തിരിച്ച് അമേരിക്കക്ക് മുന്നിലേക്ക് വരുന്നത്. ഈ രൂപത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന്റെ തന്ത്രങ്ങളൊന്നും വിജയിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഭീഷണിയിലൂടെ ഡീലിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് ട്രംപ് വിചാരിച്ചുവെങ്കിലും കാര്യങ്ങൾ അങ്ങനെയല്ല നടക്കാൻ പോകുന്നത്, കൈവിട്ടു പോകും. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തിപ്പെട്ടിരിക്കുന്നത് വലിയൊരു ഗർത്തത്തിലാണ്. ഇറാനുമായി യുദ്ധം ചെയ്യേണ്ട സാഹചര്യമുണ്ട്. ഒരു പരിമിതമായ ആക്രമണം നടത്തി രക്ഷപ്പെടാമെന്ന് ട്രംപ് വിചാരിക്കുന്നെങ്കിലും ഇറാൻ ആ ഒരു നീക്കത്തിന് പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. ഏതൊരു ആക്രമണം ഉണ്ടായാലും മഹ്ദൂദ് അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് അറ്റാക്ക് എന്നത് ഇറാന് മുന്നിൽ ഇല്ല.
തീർച്ചയായും അമേരിക്കയുടെ എല്ലാ കരങ്ങളും മിഡിൽ ഈസ്റ്റിൽ നിന്ന് വെട്ടിയതിനു ശേഷമേ ഇറാൻ യുദ്ധം അവസാനിപ്പിക്കൂ എന്ന തലങ്ങളിലാണ് ഇറാൻ ഉള്ളത്. അവിടെയാണ് ട്രംപ് യഥാർത്ഥത്തിൽ ആശങ്കപ്പെടുന്നത്, അല്ലെങ്കിൽ ട്രംപിനെ പ്രതിസന്ധിയിലാക്കുന്നത്. കാരണം ഒരു ലിമിറ്റഡ് അറ്റാക്ക് ഇറാന് മുന്നിൽ സാധിക്കുകയില്ല. അതേസമയം ഒരു യുദ്ധത്തിലേക്ക് കടന്നാൽ മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ താല്പര്യങ്ങളും നശിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ട്രംപിനെതിരെ വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. മാത്രമല്ല, അമേരിക്ക വർഷങ്ങളോളം, പതിറ്റാണ്ടുകളോളമായി മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാക്കിയെടുത്ത എല്ലാ സംവിധാനങ്ങളും തകർന്നടിയുകയും അതോടൊപ്പം ഇസ്രയേലിനെ സുരക്ഷിതമാക്കാമെന്ന് കരുതി ഇത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന അമേരിക്കയ്ക്ക് അതിലേറെ വലിയ തിരിച്ചടിയായിരിക്കും ലഭിക്കുക. കാരണം ഈ യുദ്ധത്തിൽ ഇറാനെ തകർക്കാൻ സാധിച്ചില്ല എങ്കിൽ തീർച്ചയായും ഇറാന് മിഡിൽ ഈസ്റ്റിൽ വലിയ മേൽക്കോയ്മ ഉണ്ടാവും. അത് ഇസ്രയേലിനെ പൂർണ്ണ പരാജയത്തിലേക്ക് എത്തിക്കും. മാത്രമല്ല, ഇപ്പോൾ തന്നെ ഇറാന് മുന്നിൽ ഇസ്രായേൽ ഒന്നുമല്ല എന്നൊരു കാര്യം പ്രത്യക്ഷത്തിൽ വന്നിരിക്കുകയാണ്. ഇസ്രായേലിനെ അമേരിക്ക രക്ഷിച്ചിട്ടില്ല എങ്കിൽ ഇറാന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ദിവസങ്ങൾ പോലും ഇസ്രായേലിന് സാധിക്കുകയില്ല എന്ന തലങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇറാന്റെ മിസൈൽ ഡെവലപ്മെന്റുകൾ മുന്നോട്ട് പോയാൽ ഭാവി പോലും ഇല്ലാതായി പോകും എന്നിടത്തേക്ക് നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചിന്തിക്കുകയാണ്. അത്തരത്തിലേക്ക് ഇറാന്റെ വളർച്ച ഉണ്ടായിരിക്കുകയാണ്. എല്ലാ രീതിയിലുമുള്ള ഉപരോധങ്ങൾ ഇറാനെ വലയം ചെയ്തിരിക്കുമ്പോഴും ഇറാൻ സാങ്കേതിക വിദ്യയിൽ, അതുപോലെ തന്നെ ടെക്നോളജിയിൽ വളരെയധികം മുന്നോട്ട് പോകുന്നു. പ്രത്യേകിച്ച് സൈനിക സംവിധാനങ്ങളിൽ വളരെ മുന്നോട്ട് പോകുന്നു എന്നതാണ് ഇസ്രായേലിനെ ആശങ്കപ്പെടുത്തുന്നത്. എന്നാൽ ഈ ആശങ്കയ്ക്ക് ഒരു അറ്റാക്കിലൂടെ പരിഹാരം ഉണ്ടാവുകയില്ല എന്ന് തന്നെയാണ് വിദഗ്ധരായ ആളുകളൊക്കെ ഇപ്പോൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. മനോഹരമായി ഖുർആൻ പാരായണം ചെയ്യാൻ ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവുകയില്ല. എന്നാൽ ഈ വിശുദ്ധ റമദാനിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു സുവർണാവസരമാണ് ത്വയ്ബ അക്കാദമി നൽകുന്നത്. തജ്വീദ് നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് മനോഹരമായി നല്ല കാര്യങ്ങളുടെ ഖിറാത്ത് കേട്ടുകൊണ്ട് അതേ രൂപത്തിൽ ഓത്ത് പഠിപ്പിക്കുന്ന 20 ദിവസത്തേക്കുള്ള ഒരു പ്രത്യേക കോഴ്സാണ് ഇപ്പോൾ അക്കാദമി നിങ്ങൾക്ക് മുന്നിൽ വെക്കുന്നത്. ഈ കോഴ്സിൽ അംഗമാകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതോടൊപ്പമുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഈ ഗ്രൂപ്പുകളിലായിരിക്കും ക്ലാസിന്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ഷെയർ ചെയ്യുക. ഇതിൽ പ്രായ വ്യത്യാസങ്ങളില്ലാതെ കുട്ടികൾക്കും അതുപോലെ പ്രായമായവർക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം ജോയിൻ ചെയ്യാവുന്നതാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്തമായ ഗ്രൂപ്പുകളായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്.